പാർവതി എത്ര നല്ല രീതിയിലാണ് വിശാലിനെ കെയർ ചെയ്യുന്നതെന്ന്. അതുപോലെ അല്ല, അതുപോലെ പോരാ, അതിനേക്കാളും ഒരു പടി മേലെ നീ വിശാലിനെ കെയർ ചെയ്യണം. ഇപ്പോ നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനൊരു നീക്കം ഉണ്ടാവുന്നില്ല. ആ കുറവ് നീ നികത്തണം. ജാസ്മിൻ, ഒരാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അവനെ കെയർ ചെയ്യുന്ന പെണ്ണിനെയാണ്. പാർവതി വിശാലിനെ കെയർ ചെയ്യുന്നതുകൊണ്ടാ അവൻ അവളെ ഇത്രയധികം സ്നേഹിക്കുന്നത്. പാർവതിയെ തോൽപ്പിക്കുന്ന വിധം നീ വിശാലിനെ കെയർ ചെയ്ത് നോക്ക്. സ്വാഭാവികമായിട്ടും അവൻ അവളെ വിട്ടിട്ട് നിന്റെ അടുത്തേക്ക് വരും. നീ നോയിക്കോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ വിശാലിന്റെ മനസ്സ് നീ ഒന്ന് കീഴടക്ക്. എനിക്ക് വേണ്ടത് വിശാലിന്റെ മനസ്സല്ല, 100 കോടിയുടെ സ്വത്താ. അതിനു വേണ്ടിയും ഞാൻ കാത്തിരിക്കുന്നത്. ഞാൻ നോട്ടം വെച്ചിരിക്കുന്ന ഈ സ്വത്തുക്കൾ ഒരിക്കലും പാർവതിയുടെ കയ്യിൽ ചെന്ന് ചേരരുത്. പ്രതാപ, എപ്പ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്നൊരു ടൈം ബോംബാണ് ആ ശേഖരമേനോൻ. അയാൾ ഇപ്പൊ പുറത്തു വരാതെ മറഞ്ഞിരിക്കുന്നത് വിശാലിനെ പേടിച്ചിട്ടാണ്. ഇപ്പൊ പുറത്തിറങ്ങിയാൽ വിശാൽ അയാളെ കൊല്ലുമെന്നുള്ളൊരു ഭയം അയാൾക്ക് നല്ലോണം ഉണ്ടാവും. എനിക്കോ തോന്നി. അയാള് പക്ഷേ എന്നും ഇങ്ങനെ തന്നെ കഴിയില്ല. ഏതു വിധേനയും എല്ലാ സത്യങ്ങളും വിശാലിനെ അറിയിക്കും. അതുപോലെ തന്നെ അയാൾ ഒളിവിലിരുന്ന് നമ്മളെ കൊല്ലാൻ പദ്ധതികളിടും. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഫോണിൽ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണി മുഴക്കുന്ന ശേഖരമേനോൻ പക തീർക്കാൻ അയാളെ കണ്ടുപിടിക്കാമെന്ന് നീ പറയാൻ തുടങ്ങിയിട്ട് എന്തായി? എന്തെങ്കിലും വിവരം കിട്ടിയോ? ചേച്ചി, ശേഖരമേനോനെ കണ്ടുപിടിക്കാനായി പല ഭാഗത്തും ഞാൻ ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ദിവസവും കുറഞ്ഞതൊരു 40-50 തവണയെങ്കിലും അയാളുടെ നമ്പറിലേക്ക് ഞാൻ വിളിക്കാറുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം പോലും അയാൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഞാനും ഇടയ്ക്ക് ട്രൈ ചെയ്തിരുന്നു, എടുത്തില്ല. അയാൾ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പ്രതാപ. ഞാൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അയാൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതുവരെ ഞാൻ വിളിക്കും. ഇപ്പൊ ഒന്ന് വിളിച്ചു നോക്കാം. ചേച്ചി, എവിടെ ഫോൺ ബെല്ലടിക്കുന്നില്ലേ? എവിടെയാ അത്? പ്രതാപ, നീ പോ നോക്ക്. ഇവിടെ അകത്ത് എവിടെയാ കേട്ടത്? എടോ, ഒന്ന് നിന്നേ. ആ ഫോണിൽ വന്നേ, അങ്ങോട്ട് താടോ. ചേച്ചി, ചേച്ചി ഇങ്ങനെ വന്നേ. ഇയാളുടെ ഫോണോ അടിച്ചേ? എടാ പ്രതാപ, അതിൽ എന്റെ നമ്പറാണോന്ന് നോക്കിയേ. മുത്തശ്ശ, ചായ റെഡി. ചായ ഞാൻ കൊണ്ടുവരട്ടെ? മുത്തശ്ശ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? ആരാ എന്റെ ഫോൺ പിടിച്ചു വാങ്ങിയത്? പ്രതാപനാണോ? പ്രതാപ, ഫോൺ ഇങ്ങ തന്നേ. ഫോൺ കൊടുത്തേക്ക് പ്രതാപ. ചേച്ചി, ഇയാള് ശേഖരമേനോനൊന്നുമല്ല, നമ്മൾ വെറുതെ സംശയിച്ചതാ.
അവരെന്ത് പറഞ്ഞടാ? അവരന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒരു വിവരം കിട്ടിയില്ലെന്നാ പറഞ്ഞത്. ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ലേ? പിന്നെ എന്തിനാ ഇവന്മാര് ഡിറ്റക്റ്റീവ് ഏജൻസ് എന്ന് പറഞ്ഞ് നടക്കുന്നത്? അവന്മാരെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ നശിച്ച ശേഖരമേനോനെ ഇനി നമ്മൾ എങ്ങനെ കണ്ടെത്താനാ? അയാളെ കണ്ടെത്തി അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഇനി എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല പ്രതാപ. ആ ശേഖരമേനോനാ വിളിക്കുന്നത്. വീണ്ടും ഭീഷണിപ്പെടുത്താനാവും. ചേച്ചി ഫോൺ എടുക്കും. ഹലോ, നീ ഉറങ്ങിയോ പ്രഭാവതി? അതറിയാനാണോ വിളിച്ചത്? അല്ല, നീ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മ വേണം. അത് നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണ്ടേ? ഓ, അതിനു വേണ്ടിയാ ഞാൻ വിളിച്ചത്. ശേഖരമേനോനെ, നിങ്ങൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്താൻ നിൽക്കണ്ട. പ്രഭാവതി അതിൽ ഭയപ്പെടുകയൊന്നുമില്ല. എന്നെ കൊല്ലാനാണ് നിങ്ങളുടെ പുറപ്പാടെങ്കിൽ അതിനു മുൻപ് നിങ്ങളെ ഞാൻ കൊല്ലും. വേണ്ട വേണ്ടാന്ന് വിചാരിക്കുമ്പോ നിങ്ങൾ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കും. ശേഖരമേനോനെ, ഇനി പേടിക്കേണ്ടത് നിങ്ങളാ. ചാകാൻ വേണ്ടി നിങ്ങൾ കാത്തിരുന്നോ? പ്രതാപ, ശേഖരമേനോൻ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഈ നമ്പർ ഏത് അഡ്രസ്സിലാ എടുത്തിരിക്കുന്നെന്ന് എത്രയും വേഗം നീ ട്രേസ് ചെയ്യണം. ആ അഡ്രസ് കിട്ടിയാൽ ഇയാളുടെ കഥ നമുക്ക് ഇപ്പൊ തന്നെ അവസാനിപ്പിക്കാം. നാളെ തന്നെ കണ്ടുപിടിക്കാൻ ചേച്ചി. നമ്മുടെ കമ്പനിയിലെ വൈസ് പ്രസിഡന്റാ. ഹാ, നാരായണ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖമാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഈ തള്ള ഇത് ആരോടാ സംസാരിക്കുന്നത്? നാരായണൻ ഇപ്പൊ എന്തിനാ വിളിച്ചത്? എന്തെങ്കിലും വിശേഷമുണ്ടോ? കമ്പനിയുടെ കാര്യമാണോ? എങ്കിൽ പറയൂ. കമ്പനിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ട സമയമായോ? ശരി, അതായിക്കോട്ടെ. എന്നും എല്ലാവർക്കും ഒരേ സ്ഥാനത്ത് തന്നെ തുടരാനാവില്ലല്ലോ. മാറ്റങ്ങൾ വേണം. അത് കമ്പനിയുടെ നിയമപ്രകാരമുള്ള നടപടിയല്ലേ. അതങ്ങനെ തന്നെ നടക്കട്ടെ. ആ, ശരി, വന്നോട്ടെ. അവർ രണ്ടുപേരും മതി. ഞാനിത് വിശാലിനോടും പാർവതിയോടും പറയാം. എന്നാ ശരി, ഓക്കെ. ഗാർഗി, നീ പോയി വിശാലിനെയും പാർവതിയെയും വിളിച്ചോണ്ട് വാ. അവരോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ അച്ഛമ്മേ, എന്താ കാര്യം? കമ്പനിയിൽ എന്താ നടക്കുന്നത്? ആ, അവര് വരട്ടെ, എന്നിട്ട് പറയാം. ചേച്ചി വാ, നീ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവാ. ആ, ഇപ്പൊ വരാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? എന്തായാലും ജാസ്മിനെ വിളിച്ചു വരുത്താം. എന്താ അമ്മേ, അമ്മ ആരോടാ സംസാരിച്ചത്? എന്തോ ഇമ്പോർട്ടന്റ് മാറ്റർ ആണെന്ന് തോന്നുന്നു. അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ. ഏതായാലും വിശാലും പാർവതിയും വരട്ടെ, എന്നിട്ട് പറയാം. ജാസ്മിൻ, നീ എവിടെയാ? നീ പെട്ടെന്ന് ഹോളിലോട്ട് വാ. ഇവിടെ എന്തോ പ്രധാനപ്പെട്ടൊരു വിഷയം അമ്മ പറയാൻ പോവാ. നീ ഒന്ന് വേഗം വാ. ഇടി, വേഗം വരാൻ. അതിന് അവര് വരാൻ വേണ്ടി കാത്തിക്കുന്നേ. വിഷയം എന്താണെന്ന് അമ്മയ്ക്ക് ഞങ്ങളോട് പറഞ്ഞൂടെ? അവരിപ്പം വരുമല്ലോ. നിങ്ങൾക്ക് അതുവരെ ക്ഷമിക്കാൻ പറ്റില്ലേ? എന്താ കാര്യം? ആ,
എന്താ അച്ഛമ്മേ? അച്ഛമ്മയ്ക്ക് എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് ഗാർഗി പറഞ്ഞു. പറയാം മോനെ. അതിനുള്ള നടപടികൾ ഉടനെ തുടങ്ങണം. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാനും പാർവതിയും അതുപോലെ ചെയ്തോളാം. അല്ല, ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാ തീരുമാനിക്കുന്നത്? വൈസ് പ്രസിഡന്റ് മാത്രം ഡിസൈഡ് ചെയ്താൽ മതിയോ? ഞാനും അറിയണ്ടേ? ഞാനും ഈ കമ്പനിയുടെ അധികാരപ്പെട്ട ഒരു സ്ഥാനത്ത് ഗോപിയേട്ടന് തുല്യമായ ചെയറിലിരിക്കുന്ന ഒരാളാ. ഗോപിയേട്ടന്റെ കാലാവധി കഴിഞ്ഞതും വിശാലിന് ആ സ്ഥാനം കൊടുക്കുന്നതും എന്നെ അറിയിക്കണമായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്രഭാവതി. നീ മാത്രമല്ല, ഞാനും കമ്പനി സ്ഥാനമുള്ള ആള് തന്നെയാ. നമ്മൾ കമ്പനിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ കമ്പനിക്ക് ഒരു റൂളുണ്ട്. അത് മാറ്റാൻ നിനക്കോ എനിക്കോ ഒരധികാരവും ഇല്ല. പിന്നെ കമ്പനിയായിട്ടുള്ള നിന്റെ പോസ്റ്റിന്റെയും കാലാവധി കഴിഞ്ഞു. അതിനിടെ നിന്നോട് പറയാൻ ഞാൻ മറന്നുപോയതാ. അമ്മേ, എനിക്കോ പാർവതിക്കോ ധൃതി വെച്ച് അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്തിരിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. അല്ലേ പാർവതി? അതെ, ഞാനിതൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പക്ഷേ നിയമപ്രകാരം ഞങ്ങൾക്കത് ഏറ്റെടുത്തല്ലേ മതിയാവും. ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ? ചേച്ചിക്ക് ഇനി വീട്ടിൽ തന്നെ ഇരുന്ന് വിശ്രമിക്കാം. ഗോപിയും പ്രഭാവതിയും മാറുമ്പോൾ കമ്പനിക്ക് പുതിയ ബുക്ക്ലെറ്റും ബ്രൗഷറും വേണം. അതിലിനി വിശാലിൻ്റെയും പാർവതിയുടെയും ഫോട്ടോയാണ് വെക്കേണ്ടത്. ഇതൊക്കെ നീ എഴുതി വെക്കേണ്ടതാ. ഇപ്പം ഭാഗ്യമല്ല, നിന്റെ കണ്ണിലൂടെ ആ ദരിദ്രവാസി പാർവതി കൊണ്ടുപോവാ. കണ്ടോ? കമ്പനിയിൽ നിന്നൊരു ഫോട്ടോഗ്രാഫറെ അയക്കുമെന്നാണ് വൈസ് പ്രസിഡന്റ് പറഞ്ഞത്. അയാൾ നാളെ വരും. അപ്പം നിങ്ങൾ രണ്ടുപേരും ഫോട്ടോയ്ക്ക് തയ്യാറാവണം. ശരി അച്ഛമ്മേ. ശരി അച്ഛമ്മേ. പിന്നെ കമ്പനിയുടെ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്തെ ഗായത്രി ദേവി അണിഞ്ഞിരുന്ന ഈ തറവാടിൻ്റെ പാരമ്പര്യമായി കൈമാറി വരുന്ന ഒരു മാലയുണ്ട്. ആ മാല അണിഞ്ഞു വേണം പാർവതി ഫോട്ടോ എടുക്കേണ്ടത്. അതിപ്പോൾ ലോക്കറിലാണുള്ളത്. അത് അവിടെ നിന്ന് എടുത്തോണ്ട് വരാൻ ഞാൻ രാധികയോട് പറയാം. അപ്പൊ നാളെ പാർവതി ഒരു രാജകുമാരിയെ പോലെ തിളങ്ങും. ഇല്ല, എനിക്ക് കിട്ടേണ്ടതൊന്നും പാർവതി അനുഭവിക്കാൻ പാടില്ല. അതിന് ഞാൻ അവളെ അനുവദിക്കില്ല.
ഗോപി സാറേ, സാറ് പേടിക്കണ്ട. ഞാൻ സാറിനോട് ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ അറിയിക്കാനാ വന്നത്. എടോ, ഞാൻ ഈ കമ്പനിയുടെ പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം തനിക്കറിയില്ലേ? പ്രസിഡന്റിന്റെ ക്യാബിനിലേക്ക് കയറി വരുമ്പോ പാലിക്കേണ്ട മര്യാദ താൻ മറന്നുപോയി. ഗോപി സാറേ, ഒന്നും മറക്കുന്നവനല്ല ഈ ശേഖരൻ. സാറെന്തിനാ എൻ്റെ മുന്നിൽ അഭിനയിക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. സാറെന്നെ ഭയക്കേണ്ടതില്ല. അന്നും ഇന്നും ശേഖരൻ സാറിൻ്റെ വിശ്വസ്തൻ തന്നെയാ. ശ്രീദേവി മോള് കാനഡയിൽ നിന്നും വന്ന വിവരം സാർ അറിഞ്ഞിട്ടുണ്ടാവും. ഒരു കണക്കിന് ആ കുഞ്ഞ് വന്ന നന്നായി എന്നേ ഞാൻ പറയൂ. ഒന്നും കാണാതെ ആ കുട്ടി ഇത്രയും ദൂരം വരില്ലല്ലോ. എന്തായാലും ശ്രീദേവി മോള് പാർവതി മോൾക്ക് നല്ല സപ്പോർട്ട് തന്നെ ആയിരിക്കും. പിന്നെ കമ്പനിയിലാകെ മാറ്റങ്ങൾ വരാൻ പോവുക. ഗോപി സാറിന്റെയും പ്രഭാവതി മാഡത്തിന്റെയും കാലാവധി കഴിയുകയാണ്. ഇനി കമ്പനി നയിക്കുന്നത് വിശാലും പാർവതിയും ചേർന്നായിരിക്കും. ഇതെല്ലാം ചിലപ്പോ ഇവിടെ ആരും സാറിനെ അറിയിച്ചെന്ന് വരില്ല. അതുകൊണ്ടാ ഞാനായിട്ട് സാറിനെ അറിയിച്ചത്. ഞാനങ്ങോട്ട് പൊയ്ക്കോട്ടെ സാർ. ശേഖര, ഇയാള് ശേഖരമേനോൻ എന്നല്ലേ പറഞ്ഞത്? ആ, അതെ, ഞാൻ ശേഖരമേനോൻ തന്നെയാ. എങ്കിൽ എനിക്ക് ആ പഴയ ശേഖരമേനോനെ ഒന്ന് കാണണം. ശേഖരമേനോനെ. ഗോപി സാറേ, മേനോനെ, എന്തിനീ വേഷപ്പകർച്ച? ചോദിച്ചത് കേട്ടില്ലേ? എന്തിനീ വേഷപ്പകർച്ചയെന്ന്? കൊല്ലാനോ? ആരെ കൊല്ലുന്ന കാര്യമാ ശേഖരമേനോൻ പറയുന്നത്? പ്രഭാവതിയെ. പ്രഭാവതിയെയോ? എന്തിന്? ഹലോ ഏട്ടാ. എന്താ ജാസ്മിൻ, എന്തിനാ നീ വിളിക്കണമെന്ന് പറഞ്ഞത്? ഏട്ടാ, എനിക്കിവിടെ ആകെ ക്ഷമ നശിച്ചിരിക്കുക. നീ കാര്യം പറ ജാസ്മിൻ. പാർവതി തന്നെയാ കാരണം. അവൾ എന്നും ഒരു തീരാ തലവേദനയാണല്ലോ. അവളെ തീർക്കാനായി ഞാനൊരു ഐഡിയ പറഞ്ഞു തന്നപ്പോ നീ അത് ഫ്ലോപ്പാക്കി കളഞ്ഞല്ലേ? അന്ന് ഞാനായിട്ട് ഫ്ലോപ്പാക്കിയതൊന്നും അല്ല, ഫ്ലോപ്പായി പോയതാ. അന്ന് മണിയില് ഞാൻ കൃത്യമായിട്ട് കറണ്ട് കടത്തി വിട്ടതായിരുന്നു. പക്ഷെ അവള് രക്ഷപ്പെട്ടു. ഷോക്കേറ്റത് എനിക്കും. ഇപ്പൊ എന്താ അവിടെ പുതിയ വിഷയം? മണിചന്ദ്രമാല. മണിചന്ദ്രമാലയോ? ആ, ഗായത്രി ദേവി അണിഞ്ഞിരുന്ന മണിചന്ദ്രമാല പാർവതിക്ക് കൊടുക്കാൻ പോവാ. അതിന്റെ വില എത്രയാന്ന് ഏട്ടന് അറിയാമോ? എത്രയാ? 3 കോടി. 3
കോടിയോ? ആ 3 കോടി വില വരുന്ന മണിചന്ദ്രമാലയാ അവൾക്ക് സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്നത്. അതവള് കഴുത്തിലിട്ട് കമ്പനിക്ക് വേണ്ടി ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവാ. നീ എന്തിനാ ജാസ്മിൻ ആ വീട്ടിൽ നിൽക്കുന്നത്? ഇന്ന് വരെ ആ വീട്ടിൽ എന്ത് പ്രയോജനമാണ് ഉണ്ടായത്?